കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ, തിരൂർ, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ നവീകരിച്ചത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ പ്രവൃത്തിയും, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 26.55 കോടിയുടെ പ്രവൃത്തിയും, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപയുടെ പ്രവൃത്തിയുമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ആധുനിക യാത്രാ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സഞ്ചാര മേഖലകൾ, മികച്ച നിലവാരമുള്ള സ്റ്റേഷൻ, യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കിയാണ് ഈ സ്റ്റേഷനുകൾ നവീകരിച്ചത്. സ്റ്റേഷനുകളുടെ മുൻവശം കാത്തിരിപ്പ് സൗകര്യങ്ങൾ, ലൈറ്റിംഗ്, യാത്രാ വിവര സംവിധാനങ്ങൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷൊർണൂർ നിലമ്പൂർ ബ്രാഞ്ച് ലൈനിന്റെ ടെർമിനൽ സ്റ്റേഷനായ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ അമൃത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ 16.44 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചിട്ടുള്ളത്. നവീകരിച്ച സ്റ്റേഷന്റെ കെട്ടിടം, നവീകരിച്ച മുൻഭാഗം, പാർക്കിംഗ് ഏരിയ, പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, ഇരിപ്പിടങ്ങൾ, ലിഫ്റ്റ്, ലൈറ്റിംഗ്, യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയാണ് നവീകരിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ പ്രതിദിനം ശരാശരി 6489 യാത്രക്കാർ എത്തുന്നുണ്ട്. റെയിൽവേ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന അമൃത് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. All the railway officials. It was a separate department railway. It became, after modification, it became a separate entity itself. Even though it was decided by our Honorable Prime Minister before, but really all the powers as a ministry, other than this railway board, it go to cabinet. It was fully functioning after that one as a ministry, and because of that one, we could have a lot of developments. A lot. I don't want to say each and every one. Now what is Nilambur? Again we are having a lot of issues. The connection, the timing, in between this one crossing station, almost everything is finalized. Something are underway. It will be inaugurated soon. So within next 1 year, I hope Nilambur will be a destination in tourism, in everything. This one is going to be a destination, Nilambur. And we are going to get another new type of coaches, because the new coaches which are building in what you call in railway, what is the name of your coach factory? Integral coach factory. Now the new things are coming. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മളൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ ഏറ്റവും നല്ല റെയിൽവേ സ്റ്റേഷനായിട്ടും ഏറ്റവും കണക്ടിവിറ്റിയുള്ള എല്ലാ തരം ട്രെയിനുകളും ഇവിടെ വരുന്ന രൂപത്തിൽ ഇതാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത്, നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്, കൗൺസിലർമാരായ ഷെർലി മോൾ, P വിജയനാരായണൻ, സ്റ്റേഷൻ മാസ്റ്റർ സുനിത തുടങ്ങിയവർ സംസാരിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചന, ഉപന്യാസരചന മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. A+ വിഷൻ, നിലമ്പൂർ. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, BPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസിന്റെ മാസതവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം.